നീ എന്താടി കളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? രാസലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ട യൂട്യൂബർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും 3 സുഹൃത്തുക്കളും ഒളിവിലാണ്. എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലായുള്ളൂ. വെരി ഗുഡ്, നൈസ് നൈറ്റ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നിഹാദിന്റെ പാലാരിവട്ടത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് ലഹരി പിടികൂടിയത്. കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും ഇവർ സുഹൃത്തുക്കളായ 3 യുവതികളും നിഹാദും ഇപ്പോൾ ഒളിവിലെന്നാണ് വിവരം ലഭിക്കുന്നത്. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് തൊപ്പിയുടെ പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പാലാരിവട്ടം പോലീസാണ് ഈ ലഹരി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ തൊപ്പിക്കും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുക. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. ഇതുവരെയും തൊപ്പിയെയും തൊപ്പിയുടെ 3 വനിതാ സുഹൃത്തുക്കളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് പിടിച്ചാൽ പിടിയോടും. അതേസമയം ആ സമയം ഫ്ളാറ്റിലുണ്ടായിരുന്ന 3 തൊപ്പിയുടെ 3 സുഹൃത്തുക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇയാളെ കണ്ടു വേണം കേരളം പഠിക്കാൻ. ഇപ്പോഴാണ് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്ന. തൊപ്പി ഒളിവിൽ പോയതിന് പിന്നാലെ തന്നെ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നിനക്ക് തീരെ പേടിയില്ലേ? എന്താ, നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നോ? പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്ന കാര്യമാണ്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഗെയിമിങ്ങിലൂടെ പിന്നീട് യൂട്യൂബിലൊക്കെ വലിയ തരംഗമായി മാറിയ വിവാദങ്ങളിൽ കേസുകളിലൊക്കെ പെട്ട ആളാണ് ഈ തൊപ്പി. പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. പേര് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തൊപ്പി മേടിച്ച് നോക്കാം. ഏതായാലും രാസലഹരി കേസിലാണ് തൊപ്പി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. തൊപ്പിയെയും സുഹൃത്തുക്കളെയും തപ്പി നടക്കുകയാണ് പോലീസ്. ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു സാർ? അതൊക്കെ സൗകര്യമായിട്ട് പറയാം. മതി, സാവധാനം പറഞ്ഞാൽ മതി. ഇറങ്ങി വാടോ. അത് 11 വ്യാഴം. ഇത് കണ്ടക ശനി കൊണ്ടേ പോകും.